നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടനാണ് ബാല. വലിയൊരു സിനിമാ കുടുംബത്തിൽ ജനിച്ച ബാല മലയാളത്തിലേക്ക് വന്നതോടെയാണ് കരിയറിൽ ഉയർച്ച നേടുന്നത്. തമിഴ് കലർന്ന മലയാള ഭാഷ സംസാരിച്ച് നടൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി ബാല കേരളം വിട്ടുപോകാതെ കൊച്ചിയിൽ സെറ്റിലായിരിക്കുന്നത്. ആരോഗ്യത്തിലും കരിയറിലും കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ മലയാളത്തിലെ യുവ താരനിരയിൽ ശോഭിച്ചു നിൽക്കാൻ ബാലയ്ക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായതോടെയാണ് ബാലയുടെ കരിയറിലും പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഒരു വർഷം മുമ്പാണ് കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് ബാല ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. ഗുരുതരമായ കരൾ രോഗം മൂലം ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിഞ്ഞതിനെക്കുറിച്ചെല്ലാം പലപ്പോഴായി ബാല തുറന്നു പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാല ഏകമകൾ പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തികയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ഹാപ്പി ബർത്ത്ഡേ പാപ്പു. പാപ്പു സ്നേഹത്തിന് ജീവിതത്തിൽ വലിയ വിലയുണ്ട്. കാരണം മരണം ഉറപ്പിച്ചിരുന്നപ്പോൾ പാപ്പുവിനെ കാണാൻ വന്നു. അതോടെ ഞാൻ ജീവനോടെ തിരിച്ചെത്തി. ഇപ്പോൾ ഞാൻ മോളെ നിന്റെ പിറന്നാളിന് നിന്നെ വിഷ് ചെയ്യുന്നു. പ്രതീക്ഷയുണ്ട്, പാപ്പു എന്നെ വിളിക്കുമെന്ന്. ആ ഒരു പ്രതീക്ഷയോടെ ഈ അപ്പ ജീവനോടെ ഇരിക്കും. തീർച്ചയായും എൻ്റെ മനസ്സിലെ സ്നേഹം സത്യമാണെങ്കിൽ നീ കണ്ടിരിക്കും, നീ എന്നെ വിളിച്ചിരിക്കും. വിളിച്ചില്ലെങ്കിൽ എൻ്റെ മരണത്തിന് ശേഷമെങ്കിലും പാപ്പു എന്നെ വന്ന് കാണണം. അച്ഛൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ലവ് യു ഡാ ഉമ്മ എന്നാണ് ബാല പറയുന്നത്. പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരോട് സ്നേഹം കാണിക്കേണ്ടത്, അല്ലാതെ മരിച്ച ശേഷമല്ലെന്നും വീഡിയോയിൽ ബാല കുറിച്ചിട്ടുണ്ട്. നടന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ പാപ്പുവിന് പിറന്നാൾ ആശംസിച്ച് എത്തി. മുൻ ഭാര്യ അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതും അവസാനിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ഒരു വർഷം മുമ്പ് ആശുപത്രിയിൽ കരൾ രോഗം മൂർച്ഛിച്ച് കിടന്നപ്പോഴാണ് ബാലയെ കാണാൻ അവന്തിക എത്തിയത്. അന്ന് മകൾ തന്നെ കാണാൻ വന്നത് വലിയ ആശ്വാസമായിരുന്നുവെന്നും ബാല തന്നെ പിന്നീട് പറഞ്ഞിരുന്നു. 2010 ബാലയും അമൃതയും വിവാഹിതരായത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല ഡോക്ടർ എലിസബത്തിനെ വിവാഹം ചെയ്തിരുന്നു. അമൃത പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി പ്രണയത്തിലുമായിരുന്നു. മകളെ മനഃപൂർവ്വം അമൃത തന്നെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴായി ബാല ആരോപണം ഉന്നയിച്ചെത്തിയിരുന്നു. ഇതിന് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ട് അമൃത മറുപടി നൽകിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാല മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ തേജോവധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പരത്താനും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണിത്. അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല. ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല. അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി താൻ ചെലവാക്കില്ലെന്ന് നിബന്ധനയിൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നുമാണ് മകളെ ബാലയെ കാണിക്കാത്തതിന് പിന്നിലെ കാരണമായി അമൃത പറഞ്ഞത്. തന്റെ അഭിഭാഷകയ്ക്ക് ഒപ്പം എത്തിയാണ് അമൃത കുറച്ചുനാൾ മുമ്പ് കാര്യങ്ങൾ പ്രേക്ഷകർക്കായി വിവരിച്ചത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.